ഞാൻ ഡോക്ടർ സസ്ന. ഇന്ന് നമ്മൾ താരന്റെ കാരണങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് താരന് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നല്ലൊരു ട്രീറ്റ്മെന്റ് ഹോമിയോപ്പതിയിൽ ഉണ്ട് എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് താരന്റെ കാരണങ്ങളെ കുറിച്ച് പറയാം. താരൻ മെയിനായിട്ട് താരന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഒരു തരം ഫംഗസ് ആണ്. മലാസേസിയ എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളിപ്പോ പറഞ്ഞു, ഈ ഒരു വീഡിയോന്റെ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ കേട്ടിരിക്കും, അതായത് അല്ലെങ്കിൽ പല സ്ഥലത്തു നിന്നായിട്ട് നിങ്ങൾ കേട്ടിരിക്കും, കുടലിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉള്ളത് കാരണമാണ് നിങ്ങൾക്ക് ഈ തലയിൽ താരനുള്ളത് എന്ന്. അതായത് പല പേഷ്യൻസും ഇപ്പൊ താരനേക്കാൾ പ്രശ്നം അവർക്ക് കുടലില് വല്ല പ്രശ്നം ഉണ്ടോ എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ടെൻഷൻ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മള് കുടലില് പ്രശ്നമുള്ളത് കൊണ്ട് ചെറിയ രീതിയിൽ താരൻ ഉണ്ടാകാം എന്ന ചെറിയ ചെറിയ സ്റ്റഡീസ് നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് വളരെ എവിഡന്റ് ആയിട്ട് നമുക്ക് ഈ തലയിൽ താരൻ ഉണ്ടെങ്കിൽ അത് മുഴുവൻ കുടലിലെ പ്രശ്നം കാരണമോ അല്ലെങ്കിൽ വയറ്റിലെ പ്രശ്നം കാരണമോ കൊണ്ടല്ല വരുന്നത്. താരൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തലയിലെ ലോക്കൽ ആയിട്ടുള്ള ആ ഏരിയയിൽ മാത്രമുള്ള ഒരു കംപ്ലൈന്റ് ആണ്. അത് ഉണ്ടാക്കുന്നത് ഫംഗസ് ആണ്. അതായത് മലാസേസിയ എന്ന് പറയുന്ന ഫംഗസ് ആണ് കോമൺ ആയിട്ട് ഈ ഒരു താരന് കാരണം. അതല്ലാതെ തന്നെ നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം താരം വരാം. ഈ പറഞ്ഞ പോലെ സ്കിന്ന് ഡ്രൈ ആവുന്നത് കാരണം വരാം. അതല്ലെങ്കിൽ സ്കിന്ന് ഒരുപാട് ഓയിലി ആവുന്നത് കാരണം വരാം. അതല്ലെങ്കിൽ നമുക്ക് ചില ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന വേറെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്, അത് റിലേറ്റ് ചെയ്തിട്ട് താരം വരാം. അപ്പം ഈ ഒരു കുടലിലെ പ്രശ്നം കാരണം മാത്രമൊന്നുമല്ല താരം വരുന്നത്. കുടലിലെ പ്രശ്നം എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ, അതായത് നമ്മളിപ്പോ സ്റ്റഡീസ് നടക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓൾറെഡി താരനുള്ള വ്യക്തികളില് ഈ ഒരു ചെറിയ രീതിയിൽ ഫംഗൽ ഇൻഫെക്ഷൻ, അതായത് ഈ ഒരു ഫംഗസ് അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ സ്റ്റഡീസ് ചെയ്തപ്പോൾ കുടലിലും അവരില് ഈ ഒരു ഫംഗസിന്റെ, അതായത് മലാസേസിയ എന്ന് പറയുന്ന ഫംഗസിന്റെ സാന്നിധ്യം കണ്ടിട്ടുണ്ടെന്ന് മാത്രം. അല്ലെങ്കിൽ കുടൽ പ്രശ്നം കാരണം അനുഭവപ്പെടുന്ന പല പേഷ്യൻസിനെ അവര് നോക്കിയപ്പോ ഈ ഒരു ഫംഗസിന്റെ, അതായത് നമ്മൾ തലയിൽ താരൻ ഉണ്ടാക്കുന്ന ഒരു ഫംഗസ് ഉണ്ടല്ലോ മലാസേസിയ എന്ന് പറയുന്ന, ആ ഒരു ഫംഗസിന്റെ സാന്നിധ്യം കുടലിലും കണ്ടിട്ടുണ്ട്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ക്രോൺസ് ഡിസീസിലൊക്കെ നമ്മൾ ഈ ഒരു ഫംഗസിന്റെ സാന്നിധ്യം കണ്ടു എന്ന് മാത്രം. അതല്ലാതെ നിങ്ങൾ ഈ വിചാരിക്കുന്നത് പോലെ തലയിൽ താരൻ ഉണ്ടെന്ന് കരുതിയിട്ട് കുടലിൽ മുഴുവൻ നിങ്ങളുടെ ഫംഗസ് ഇൻഫെക്ഷൻ ഒന്നുമല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു ചിട്ടയായിട്ടുള്ള ഒരു ജീവിതശൈലി അല്ല ഇപ്പം. വ്യായാമം കുറവാണ്, ഫാസ്റ്റ് ഫുഡിന്റെ അധിക പ്രസരണം കാരണം നമുക്ക് എല്ലാവർക്കും, അധിക ആളുകൾക്കും ഗ്യാസ്ട്രൈറ്റിസ് കംപ്ലൈന്റ് ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ